നമസ്കാരം. ഭാരത് നമസ്തേ രാജേഷ്. ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീരാം. നമസ്തേ രാജേഷ്. നമസ്തേ. സുഗതന്റെ ആ ഒരു ശാപം കിടന്ന് കറങ്ങുകയാണെന്ന് തോന്നുന്നു അല്ലേ? പാവട്ടുള്ള കൗൺസിലറുടെ സുഗതിനെ അതെ അതെ. ദ്രോഹിക്കാൻ നോക്കുന്നവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ മന്ത്രി കെ എം ഷാജി എഴുതി വെച്ചത് ഒരു ആനുകൂല്യവും നൽകരുതെന്നാണ്. എന്നാൽ ആ ചിത്ര അരുണിമ എന്ന ആ KS ഉദ്യോഗസ്ഥ അണ്ടർ സെക്രട്ടറി അവർ വളരെ നിയമവശങ്ങൾ നോക്കി തദ്ദേശ ആഭ്യന്തര വകുപ്പിനോട് കൃത്യമായ നിർദ്ദേശം നൽകി. ശരിക്കും പറഞ്ഞാൽ ചിത്രയെ സസ്പെൻഡ് ചെയ്തതായി വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ കേൾക്കുന്നു ചിത്ര പി അരുണിമ ചെയ്തതെല്ലാം ശരി തന്നെയാണ്, വകുപ്പുകൾ ഇതെല്ലാം സമ്മതിച്ചു. ഇത് രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞ ഇതാണ്, അതായത് തദ്ദേശ വകുപ്പ് അയച്ചു കൊടുത്ത നോട്ട് അതേപടി പകർത്തി എഴുതി ആഭ്യന്തര വകുപ്പ്. അത് തന്നെയാണ് നടന്നത്. അവർ നിയമവശം നോക്കി കൊടുത്ത ഒരു നോട്ടിൽ വീണ്ടും നിയമവശം നോക്കേണ്ട ഒരു കാര്യവുമില്ല, അല്ലെ? സെക്രട്ടറി നിയമവകുപ്പ് കൊടുക്കുന്ന ഒരൊറ്റ ഉത്തരം തന്നെയാണ്. ശരിക്കും ഈ ഒരു വിഷയം അത് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന, അത് പണ്ടേ ഉണ്ട്. UDF സർക്കാർ വരുമ്പോഴൊക്കെ ഉദ്യോഗസ്ഥരെ അവർ വട്ടം ചുറ്റി വയ്ക്കും. LDFന്റെ കാലത്ത് അവരുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാകും അവിടെ വകുപ്പുണ്ടാകുക. UDFന്റെ സമയത്ത് എന്നായാലും ഉദ്യോഗസ്ഥർ എല്ലാ വിഷയത്തിലും ബലിയാടാകും. എല്ലാ കുറ്റവും കൊണ്ട് അവർ തന്നെ കൊണ്ടുവച്ചോളൂ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ തലവേദനയാണ് ഈ UDF വരിക എന്ന് കേട്ടാൽ. ഈ ചിത്രയുടെ അവസ്ഥയിലും എന്താകും ശ്രീല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ? ഏതായാലും ഈ സുഗതന്റെ പരോൾ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ചിത്ര പി അരുണിമയ്ക്ക്, ഒരു ഡോക്ടർ കൂടിയാണ്, അവരെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ നോട്ട് ആദ്യം വായിക്കുമ്പോൾ തന്നെ ഇത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആ തദ്ദേശ വകുപ്പ് കൊടുത്ത അതേപടി തന്നെയാണ് കൊടുത്തത് എന്ന് കൃത്യമായി തന്നെ അന്ന് ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ എന്ന് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ ശബരി ഇതിന്റെ പിന്നിൽ വലിയ ഒരു ഗൂഢതന്ത്രം കളിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശബരി സത്യത്തിൽ ഇപ്പോ ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ടാണ് ശബരിയും കൂട്ടരുമൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനെ ഇപ്പൊ അട്ടിമറിക്കും എന്ന രീതിയിലാണ്, നിയമപരമായാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അട്ടിമറിക്കും എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ശബരിയും കൂട്ടരും നിൽക്കുന്നത്. ഇടതുപക്ഷം അതിൽ നിന്ന് ഒരല്പം പിന്നോക്കം മാറിയിട്ടുണ്ട്. അവർ സമരപരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ കുറവാണ്. അന്നും അത് തന്നെയാണ് സംഭവിച്ചത്. സുഗതനെ അയോഗ്യനാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും ആരെ പിന്നീട് ഒരു ഇലക്ഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് CPM അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ CPM അതിനുള്ള ഒരു ശ്രമം ഒരുമിച്ച് ചേർന്ന് നടത്താനുള്ള ഒരു സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഈ സുഗതന്റെ പരോൾ വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ വോട്ടിനിടുമ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഒന്നും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ശബരിയെ നമ്മൾ കണ്ടതാണ്. ശബരിക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അന്നെന്തോ ബലമറിക്കുമെന്ന് മാധ്യമങ്ങളും ശബരിയും അടക്കം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഇന്ന് നിർണായക ദിനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ആ സെക്കൻഡ് വരെയും അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം. ഏതായാലും സംഭവിച്ചത് മറിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ സുഗതൻ എസ്കോട്ട് പരോൾ ചോദിച്ചുകൊണ്ട് ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി എസ്കോട്ട് പരോൾ ചോദിച്ചിരുന്നു. ആ എസ്കോട്ട് പരോൾ നൽകാൻ കഴിയില്ല എന്നും, അത് നിയമപരമായ കാര്യമാണ്, നിങ്ങൾക്ക് ഏത് കേസിലും നമുക്കറിയാവുന്ന കാര്യമാണ്, ലീവിന് അപേക്ഷിക്കാം. ആ ലീവ് അപേക്ഷ കൗൺസിൽ പാസ്സാക്കിയാൽ അത് തന്നെയായിരുന്നു ആ നോട്ടിലുള്ളതും. അത് നിയമപരമായ കാര്യമാണ്. നിങ്ങൾ കൊടുക്കുന്ന അവധി അപേക്ഷ കൗൺസിലിൽ പാസ്സായാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടില്ല എന്നാണ് ആ കത്തിൽ ചിത്ര പി അരുണിമ അടക്കം, അത് തദ്ദേശ വകുപ്പ് നൽകിയത് അതുപോലെ നൽകിയായിരുന്നു എന്നാണ് ഇപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമപരമായ കാര്യമാണ്. ആ നിയമപരമായ കാര്യത്തിൽ വേറൊന്നും എഴുതാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിയും ഷാജിയും ചേർന്ന് ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയായിരിക്കുന്ന ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഷാജി അത്തരം നിലപാടുകളിലേക്ക് പോകുന്നത് ശരിയായ കാര്യമല്ല. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയം, ജാതിയും രാഷ്ട്രീയം ഒക്കെ കൂടിക്കലർന്ന ഒരു സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു ജാതിക്കളിയും രാഷ്ട്രീയ കളിയും ഒക്കെ കളിക്കാൻ KM ഷാജി നോക്കി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ശബരിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ശബരി കാരണം ഇപ്പോൾ ഷാജി പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയിലിൽ കഴിയുന്ന സുഗതനെ പരോൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല
അതായത് ചിത്രാ പി അരുണിമയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് വകുപ്പ് വിലയിരുത്തുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈമാറിയ മറുപടി കത്ത് അതേപടി സുഗതന് കൈമാറുക മാത്രമാണ് ആഭ്യന്തര അണ്ടർ സെക്രട്ടറി ചെയ്തത് എന്നാണ് കണ്ടെത്തൽ. അപ്പോ ഈ തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയായ ചിത്രപ്രിയ അരുണിമയാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. ഇങ്ങനെ ഉദ്യോഗസ്ഥരെ ഒരു കാരണവും കൂടാതെ നിയമവിരുദ്ധമാണെന്നും ഇതിൽ പ്രത്യേകിച്ച കാരണങ്ങളൊന്നും ഇല്ല എന്നും അവർ തെറ്റ് ചെയ്തിട്ടില്ല, നിയമപരമായ കാര്യമാണ് ചെയ്തതെന്നും കഴിഞ്ഞ ദിവസം അടക്കം നമ്മളടക്കം എല്ലാവരും പറഞ്ഞിരുന്നു. ഏതായാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് രാഷ്ട്രീയം കളിക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു എന്നാണ്. ഇനി ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇത്തരം വിഷയങ്ങളിലാണ്. ഇവർക്ക് ഒരു പ്രാവശ്യം സസ്പെൻഷൻ കിട്ടിയാൽ തീർച്ചയായും ഇത് സർവീസിന്റെ തുടക്കകാലമാണെന്ന് ഓർക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന സർവീസിന്റെ തുടക്കകാലമാണ്. KS ഒക്കെ കിട്ടി വന്ന ആളാണ്. അപ്പോൾ സർവീസിന്റെ തുടക്കകാലത്ത് ഇത്തരത്തിലുള്ള പണിഷ്മെന്റുകൾ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സസ്പെൻഷൻ അടക്കം കിട്ടുന്നത് അവരുടെ സർവീസ് ബുക്കിലേക്ക് ഇത് പോകുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ആവശ്യമില്ലാതെ ഇവരെയൊക്കെ ഇങ്ങനെ ബലിയാടാക്കുന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഉദ്യോഗസ്ഥരുടെ ഒരു ജോലിയിൽ, കരിയറിൽ തന്നെ കരിനിഴൽ വീഴ്ത്തുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഈ ചിത്രാ പി അരുണിമ അവരെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ പോയി കോടതിയുടെ പ്രത്യേക പെർമിഷനോട് കൂടി വേണം ഈ സർവീസ് ബുക്കിൽ നിന്ന് ഇത് നീക്കം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം, ശബരി കുറെ നാളായി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാം, നിയമപരമല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പാർലമെന്റിലെ 2 പേർ, നമുക്കറിയാവുന്ന കാര്യമാണ്, പാർലമെന്റിലെ 2 പേർ ഇപ്പോഴും ജയിലിലാണ്, 2 അംഗങ്ങൾ. അപ്പൊ അങ്ങനെ 2 അംഗങ്ങൾ ജയിലിലാണ്. അപ്പോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിയമത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സുഗതന്റെ കാര്യത്തിൽ. കോടതി നമ്മൾ സ്വമേധയാ വരാതിരുന്നാൽ മാത്രമാണ് പ്രശ്നം. ശബരി വാദിക്കുന്നത് പോലെയല്ല. ശബരി പറയുന്നത് ഒരാൾ വരാതിരുന്നാൽ 3 കൗൺസിൽ കഴിഞ്ഞാൽ അങ്ങ് അയോഗ്യനായി പോകും എന്നുള്ളതാണ്. അങ്ങനെ അയോഗ്യത ബാധകമാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഈ സർക്കുലർ റദ്ദ് ചെയ്തിരുന്നു, ഈ കത്ത് റദ്ദ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വാർത്ത വന്നു. ശബരി അത് ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇനി റദ്ദ് ചെയ്താലും റദ്ദ് ചെയ്തില്ലെങ്കിലും അത് വോട്ടിനിട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ജനപ്രതിനിധികളാണ്, അവർ വോട്ടിനിട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ അതിലൊരു കാര്യമില്ല. മാത്രമല്ല, അയാൾ സ്വമേധയാ ഹാജരാകാതിരുന്നാൽ മാത്രമേ അതിൽ പ്രശ്നമുള്ളൂ. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്ത് ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്നു. അത് രേഖയാക്കി മാറ്റി സുഗതൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രേഖയായി തന്നെ നിൽക്കുകയാണ്. ഇനി കോടതിയിൽ പോയാലും അതിലൊന്നും തന്നെ സംഭവിക്കാനില്ല. സുഗതൻ അയോഗ്യനാവില്ല. എന്തൊക്കെ കളി ഷാജി കളിച്ചാലും സുഗതൻ അയോഗ്യനാവില്ല എന്നാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ തരത്തിലുള്ള നീക്കം ശബരി നടത്തിയാലും അത് ഫലവത്താകില്ല എന്നേ പറയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. UDF സർക്കാരിന്റെ ആദ്യ നാളുകളാണ്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി CP ജോൺ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചു. ആരുടെയും ഔദാര്യമല്ല എന്ന് തന്നെ അംഗീകരിക്കുന്നു. പ്രിയദർശിനിയിൽ താൻ നടത്തിയ പരാമർശം ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഇത് CP ജോണിന്റെ കാര്യം. അദ്ദേഹം ഇത്തിരി വിവരമുള്ള ഒരു മന്ത്രിയായിരുന്നു. എന്നിട്ടും നാവിൽ നിന്നും ഒരു സ്ത്രീ വിരുദ്ധത. അതുപോലെ തന്നെയാണ് ഈ തദ്ദേശ വകുപ്പ്, ലീഗിന്റെ മന്ത്രിമാർ, അവർക്കൊക്കെ ജീവനക്കാർ, തങ്ങളുടെ കീഴിലുള്ള വകുപ്പ് ജീവനക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു വളരെ ഈ തൃണത്തെ പോലെയാണ് വില കൊടുക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ, പിന്നെ KS ഉദ്യോഗസ്ഥർ, KSകാർക്ക് IAS തൊട്ട് താഴെയുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. അവർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലെന്നാണോ ഈ ഒരു നീക്കത്തിലൂടെ ലീഗ് ഒരു വിലയും കൊടുക്കുന്നില്ലെന്നാണോ, അതോ UDF സർക്കാരിന്റെ കാലത്ത് KSകാർക്ക് ഒരു വിലയും ഉണ്ടാകില്ലെന്നാണോ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇതൊക്കെ മനസ്സിലാകുന്നത്? തീർച്ചയായും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിയമപരമായ കാര്യം ചെയ്യാൻ, കൃത്യമായി നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കാതെ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ തന്നെ ബോധ്യമാകുന്നില്ലേ. സുഗതന്റെ കാര്യത്തിൽ തന്നെ എന്താണ് സംഭവിച്ചത്? സുഗതന് കൃത്യമായി നോക്കിയാൽ കാപ്പ ചുമത്താനുള്ള വകുപ്പുകൾ ഇല്ല. സുഗതന്റെ കേസ് നോക്കിയാൽ സുഗതനെ രാഷ്ട്രീയ ആയുധമാക്കായിരുന്നു. തിരുവനന്തപുരത്തെ കളക്ടർ സുഗതനെ കാപ്പ ചുമത്തിയപ്പോ എറണാകുളത്ത് ഒരു കളക്ടർ 3 പേരെ കാപ്പ ചുമത്താനായി കൊണ്ടുവന്നത് തിരിച്ചയക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ കാപ്പ ചുമത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കളക്ടർമാരുടെ വിവേചനാധികാരവും അതിനുണ്ട്. തിരുവനന്തപുരത്തെ കളക്ടർ അതിൽ ഒപ്പുവെച്ചു. എന്താണ് സംഭവം എന്ന് നോക്കിയതേ ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസുകളുടെ എണ്ണം മാത്രമല്ല, ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് എന്നുള്ളതാണ്. സുഗതനും സുഗതന്റെ ബിസിനസ് പാർട്ട്ണറുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകൾ, ആ കേസുകൾ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഉപരോധം, പ്രശാന്തിനെ തടഞ്ഞത്, അതിൽ ഒരു പ്രധാനപ്പെട്ട കേസ് ഞാൻ പറയാം. ഈ കേസുകൾ പലരും വന്ന് ചോദിക്കും, സുഗതന് വേണ്ടി വാദിക്കാൻ നാണമില്ലേ എന്നൊക്കെ ചിലർ വന്ന് ചോദിക്കുന്നുണ്ട്. ഇതിലൊരു കേസ് ഞാൻ പറയാം, പ്രശാന്തിനെ തടഞ്ഞൊരു കേസ്. അതായത് അവിടുത്തെ അംഗൻവാടിയുടെ ഉദ്ഘാടനം ഏകപക്ഷീയമായി സുഗതനെ വിളിക്കാതെ നടത്താനായി പ്രശാന്തും കൂട്ടരും ശ്രമിച്ചു. അംഗനവാടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ളതാണ്. യഥാർത്ഥത്തിൽ കൗൺസിലർമാരുടെ കീഴിലാണ് അംഗൻവാടി ഉള്ളത്, അല്ലാതെ MLAയുടെ കീഴിലല്ല.
അപ്പോ അവിടെ ചെന്ന അവിടെ ആ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാൻ സുഗതൻ സമ്മതിച്ചില്ല. അതാണ് സുഗതൻ MLA തടഞ്ഞു എന്ന കേസ്. സത്യത്തിൽ സുഗതൻ MLA തടഞ്ഞു എന്ന കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിയമപരമായി നിലനിൽക്കുന്ന കേസ് ആദ്യം സുഗതൻ നൽകേണ്ടതായിരുന്നു. കാരണം ഈ കൗൺസിലിന്റെ അധികാര പരിധിയിലാണ് അംഗൻവാടികളുള്ളത്, തദ്ദേശ വകുപ്പിന്റെ കീഴിലാണ്. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് ഈ MLA, അപ്പോൾ MLA ആണ് ട്രസ്പാസ് ചെയ്ത് കയറിയത്. അതാണ് ഒരു കേസ്. ഒരു കേസ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതാണ്. ഒരു കേസ് ഉത്സവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി, അതാണ് ഗൗരവകരമായ കേസാക്കി ഇട്ടിരിക്കുന്നത്. ഉത്സവ സ്ഥലത്ത് അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ ആളുകൾ സുഗതനെ വിളിച്ചു വരുത്തിയാണ്. സുഗതൻ ഒരു ഇന്റൻഷനോട് കൂടി അവിടെ അക്രമം നടത്താൻ പോയതല്ല. നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് സുഗതനെ പഴയ സെറ്റിൽ ചെയ്ത കേസുകൾ, അതായത് ചില കേസുകളൊക്കെ കൊടുക്കുകയും അത് പറഞ്ഞ് തീർപ്പാക്കുകയും ഒക്കെ ചെയ്ത ചില കേസുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കേസുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒത്തുതീർപ്പാക്കും. അത്തരത്തിലുള്ള 8ഓളം കേസുകൾ വീണ്ടും ചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു കാപ്പ ചുമത്താനുള്ള നടപടിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ്. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? സുഗതനെ കൃത്യമായി കുടിക്കതാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സുഗതൻ ഉടൻ തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിലേക്ക് സുഗതന്റെ കാപ്പ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുഗതന്റെ വീട്ടുകാർ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സുപ്രീം കോടതിയിലേക്കും പോകാനുള്ള സംവിധാനമുണ്ട്. ഡിവിഷൻ ബെഞ്ചിന് മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ലല്ലോ, ജയിലിൽ വെച്ച് നടത്താനുള്ള ശ്രമം നടത്തിയില്ലേ, കാപ്പ റദ്ദാക്കിയില്ലല്ലോ എന്നൊക്കെയാണ് ഈ ശബരിനാഥൻ വാദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിംഗിൾ ബെഞ്ചിന് കാപ്പ ഏതെങ്കിലും രീതിയിൽ റിവൈവ് ചെയ്യാനുള്ള യാതൊരു സംവിധാനവുമില്ല. അത് ഡിവിഷൻ ബെഞ്ചിന് മാത്രമേ ഉള്ളൂ. സിംഗിൾ ബെഞ്ചിൽ BJP പോയിട്ടുള്ളത് കാപ്പ ഇത് ചെയ്യാനല്ല, കാപ്പ റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ കാപ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കോ ഇതിനോ അല്ല പോയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിൽ പോയത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മാർഗം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടാണ്. അത് BJPയുടെ തന്ത്രപരമായ തീരുമാനമാണെന്ന് നമുക്കറിയാം. ഏതായാലും ഇതിൽ വ്യക്തവും കൃത്യവുമായി മനസ്സിലാവുന്നത്, ഈ അണ്ടർ സെക്രട്ടറിക്ക് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മുടെ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന നമ്മുടെ ഗസ്റ്റ് വളരെ കൃത്യമായി വിശദമായി ഇതിന്റെ നിയമവശങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ. ഇപ്പോഴും നമ്മൾ പറയുന്നു സുഗതന്റെ കാപ്പ റദ്ദാകാനുള്ള സാഹചര്യമാണുള്ളത്. നിലവിൽ ഉടൻ തന്നെ സുഗതൻ കൗൺസിലിലേക്ക് തിരിച്ചെത്തും. അന്ന് ശബരി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ചിത്ര അരുണിമയുടെ ഈ ഒരു അവസ്ഥ മറ്റ് സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഇനി ഈ ചിത്ര അരുണിമയ്ക്ക് സംഭവിച്ച ഈ ഒരു ബുദ്ധിമുട്ടിൽ, ക്രൈസിസിൽ അത് മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ എന്ന് നമുക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകാം. നന്ദി.